ഒരുപാട് ലിമിറ്റേഷൻസ്, ഒരുപാട് നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ അതിനനുസരിച്ചുള്ള ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് എവിടെയോ ഇരുന്നിട്ട് ഒരു ഫോണിൽ നെഗറ്റീവ് കുത്തിക്കുറിക്കുന്നത് പോലെയല്ല നമ്മൾ ഇതിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് ഒരു ഡയലോഗ് പറയത്തില്ലേ, ഫുട്ബോൾ കളിക്കുന്നത് പോലെയല്ല ഗ്രൗണ്ടിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. കളിക്കുന്നവനെ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയുള്ളൂ. കാണുന്നവർ വെറും കാഴ്ചക്കാരായിട്ട് ഇരുന്നിട്ട് അവർക്ക് എന്ത് കമന്ററിയും എന്ത് ചെയ്യാൻ പറ്റും വിളിച്ച് പറയാം. ഏതൊരു കാര്യവും അങ്ങനെയാണ് അല്ലേ, അതൊരു ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാൻ പറ്റുള്ളൂ. സോ അത് ഞാൻ നിങ്ങളുടെ നിങ്ങളിലോട്ട് ഉണർത്തി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാം അറിയുന്നവരാണ്, നിങ്ങൾ പക്വതയുള്ളവരാണ്, എന്നേക്കാളേറെ ഒരുപാട് ഈ അറിവിൻ്റെയൊക്കെ ലോകത്ത് നിൽക്കുന്നവരായിരിക്കാം മേ ബി. സോ എൻ്റെ കണ്ടന്റ് ഇഷ്ടം, ഞാനിപ്പോൾ ഒരു കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ന ആൾക്ക് അതല്ലെങ്കിൽ അന്ന ആൾക്ക് അവർ കണ്ടുകൂടാ, ഇവർ അങ്ങനെ ഒരു യൂണിവേഴ്സലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഒരു മോട്ടിവേഷൻ ലെവലിൽ, അത് മെയിനായിട്ട് പെൺകുട്ടികളെ കുറിച്ചും പെൺമനസ്സിൽ കൂടെയും, അതുപോലെ തന്നെ ഭാര്യയുള്ള ഭർത്താവ് ഭാര്യ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, അങ്ങനെ അവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ ഒരു